ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മൾ പോകുന്നത് കടക്കാര അമ്പലത്തിൽ ഉത്സവത്തിന് പോവുമായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ നല്ല മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. പണി മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു. മിന്നൂസിൻ്റെ തലക്ക് പൊട്ടിയോണ്ട് തന്നെ നനക്കാനൊന്നും നനഞ്ഞൂടാന്നില്ലത് കൊണ്ട് തന്നെ വേഗം തന്നെ നമ്മൾ സൈഡാക്കി വണ്ടി സൈഡാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പൊന്നു ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട്. വെറുതെ സമയം കളയണമല്ലോ എന്ന് വെച്ചിട്ട് 1.5 മണിക്കൂർ അവിടെ കട്ട പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു രംഗമായിരുന്നു. പിന്നെ ഇയാൾ കണ്ടില്ലേ, ഇവിടെ നിന്ന് കുഴപ്പക്കെട്ട് തന്നെയായിരുന്നു. കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറം പെറുക്കുണ്ട്. പെറുക്കിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ അവൻ്റെ പപ്പയുടെ ഷോപ്പുണ്ട്, അവിടത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് കുഴപ്പം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മഴയൊക്കെ പോയി ഒന്ന് സെറ്റായ സമയത്ത് നമ്മൾ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലാണെങ്കിൽ മഴയൊന്നും പെയ്തിട്ടില്ല, ചെറുങ്ങനെ പാറിപ്പോയതേ ഉള്ളൂ. അപ്പം അമ്പലത്തിൽ ഏകദേശം അവസാന രീതിയിലെത്തിയിട്ടുണ്ട്. അവസാനത്തെ ആ ഒരു പരിപാടി ചടങ്ങുകളിലേക്ക് കടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ കൊല്ലാടപ്പാലത്തിലേക്കാണ്. കൊല്ലാടപ്പാലത്തിൽ എപ്പോഴും പോകണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിലും കുറേ നാളായി ഇപ്പം പെൻഡിങ് ആകുന്നു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ആ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്, പെട്ടെന്ന് തന്നെ പോവാന്നുള്ളത്. അപ്പം ഞാൻ സൈത്താടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സൈത്താടിനോട് പറഞ്ഞു അങ്ങോട്ട് വാട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈത്താടിനും ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബിന്, ഒറ്റയ്ക്ക് നമ്മൾ മാത്രം പോകുന്നതിലും ഒരാൾ കൂടുതലായിട്ട് ഒരാളുണ്ടെങ്കിൽ പ്രത്യേക ഒരു വൈബാണ്, പ്രത്യേകിച്ച് സൈത്താട്ടൻ. അപ്പം സൈത്താട്ടൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ കൊല്ലാടപ്പാലം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഇതാണ് നമ്മുടെ സ്വന്തം കൊല്ലാടപ്പാലം. ഇവിടുത്തെ പ്രത്യേകത എന്നാൽ ഈ ഒരു വ്യൂ ആണ്. ഒത്തിരി ആൾക്കാർ ഈ ചായക്കടയിലേക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ പരിപ്പുവട വരെ ഉള്ളിലൊരു ഓട്ട. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ പരിപ്പുവട. നല്ല ടേസ്റ്റാണ്, നല്ല മുരിഞ്ഞ് ക്രഞ്ചി ആയിട്ടുള്ള പരിപ്പുവടയാണ്. മിന്നൂസ് കഴിച്ചിരിക്കുന്നത്. മിന്നൂസ് എന്തൊക്കെയോ ഒരു മാലയൊക്കെ കിട്ടിയതിൻ്റെ ഒരു ഇതിലാണ് മിന്നൂസ് ഉള്ളത്. പിന്നെ നമ്മൾ ചായയും പരിപ്പുവടയൊക്കെ കഴിച്ചു. ഉഴുന്നുവട നമ്മൾ വന്നേരം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കടികളൊന്നും തന്നെ അധിക നേരം ഉണ്ടാവില്ല, ആക്കലും തീരലും എന്ന ഒരു കണ്ടീഷനിലാണ്. അപ്പം ചായയൊക്കെ കുടിച്ച് നമ്മൾ ഇങ്ങനെ താഴേക്ക്, അതായത് പുഴയിലേക്ക് ഒന്ന് ഇറങ്ങണം എന്നുണ്ടായിരുന്നു. ഇതുണ്ടല്ലേ, ഏപ്രിൽ പൂളിന് എന്നെ പൂളാക്കിയ കാര്യം പറഞ്ഞിട്ട് ചിരിക്കുവാണ് കൊച്ചിക്കള്ളൻ. പിന്നെ കടയിൽ പൈസയൊക്കെ കൊടുത്ത് പിന്നെ നമ്മളിങ്ങനെ നടന്നു. അപ്പോൾ അത് അമലൂട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ണിക്കുട്ടൻ ഉണ്ടായിരുന്നു. എല്ലാവരെയും കണ്ട് മക്കൾസ് എല്ലാം നല്ല ഉത്സാഹത്തോടെയാണ് അവർക്ക് പുഴയിലേക്ക് ഇറങ്ങണം എന്നുള്ള മൈൻഡിലാണ് ഉള്ളത്. അപ്പോൾ ഉണ്ണീനെ പ്രതീക്ഷിക്കാതെ കണ്ടതാണ് ഉണ്ണിക്കുട്ടൻ. അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് അമൃത, അവളെയും കണ്ടിട്ടുണ്ടായിരുന്നു. അമൃതനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്തുണ്ടായ അതിൽ നിന്ന് ഒരുപാട് ചേഞ്ച് ആയിരുന്നു. അപ്പോൾ ആളെ കണ്ടപ്പം അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നായതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായി. പുഴയിലേക്ക് ഇറങ്ങിയാൽ സൈത്താട്ടം മുകളിലുള്ളവരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മക്കൾസ് എല്ലാം കൂടെ ഇങ്ങനെ പുഴയിലേക്ക്, മിന്നുവിനെ ഞാൻ ഇറക്കാതെ ഇരിക്കാൻ വേണ്ടി നോക്കിയെങ്കിലും നടന്നില്ല കേട്ടോ. മിന്നൂസും ഇറങ്ങി. പൊന്നു ഇറങ്ങുന്ന കണ്ടിട്ട് എൻ്റെ പയ്യന്നെ മിന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയും ഇരട്ടി ഭംഗിയാണ് ഇവിടെ വന്നിരിക്കുമ്പം ഈ ഒരു ശാന്തതയിൽ. ഒരു പുഴയുടെ ഒഴുക്ക്, അതായത് സൈലൻ്റ് ആയിട്ടുള്ള ഈ ഒഴുക്ക്, അത് ആസ്വദിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന്. അപ്പം അങ്ങനെ ആസ്വദിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, ഇവിടെ കുറേ നാൾ മുന്നേ ഞാൻ പറയുന്നുണ്ടായിരുന്നു വെള്ളാരങ്കല്ല് കളക്ട് ചെയ്യാൻ പുഴയിൽ പോകണമെന്ന്. പക്ഷേ ഇന്നാണ് സമയം കിട്ടിയത്. പക്ഷേ സമയം കിട്ടിയെന്ന് മാത്രമല്ല, നമ്മൾക്ക് അതിനൊരു കവറോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് എന്തോ ഭാഗ്യം എന്ന് പറയാം, ഒരു ഒഴുക്കിൽപ്പെട്ട ഒരു ഷോപ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഷോപ്പർ തപ്പിപ്പിടിച്ച്, എന്ത് ഇട്ട ഷോപ്പറാണെന്നൊന്നും അറിയില്ല, അവരെന്തൊക്കെയോ ട്രോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ നോക്കിയിട്ടാണ്, എനിക്ക് കല്ല് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കല്ല് പറക്കാൻ പോകുന്നു. കല്ല് പറക്കാൻ എന്നെ എൻ്റെ മക്കളും ഏട്ടനും എല്ലാവരും സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്ല് ഇങ്ങനെ പറക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്തൊരു പറക്കിയാണെന്ന് വിചാരിക്കേണ്ട. എനിക്ക് ഈ ഗാർഡനിങ്ങും എനിക്കിങ്ങനെ ക്ലീനിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം
അത് ചെയ്യുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിൽ ഇങ്ങനെ അലട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ റിലാക്സ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ടിപ്പും കൂടിയാണ് എന്നെ സംബന്ധിച്ച്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പം ഒരു കാര്യങ്ങളും മൈൻഡിൽ ഓർമ്മയുണ്ടാവില്ല. ആ ഒരു കാര്യം പ്രവൃത്തി ചെയ്യുന്നതിലായിരിക്കും കൂടുതൽ ശ്രദ്ധയുണ്ടാവുക. അപ്പം കല്ലുകളെല്ലാം ഞാൻ ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു ചാക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് പറക്കായിരുന്നു. പക്ഷേ ഇത് പകുതി ആ ഷോപ്പറിൽ പകുതി ആകുമ്പോഴത്തേക്കന്നെ നല്ല വെയിറ്റാണ്. കാരണം കല്ലിന് നല്ല വെയിറ്റ് ഉണ്ട്. ഒരു കല്ലിന് നല്ല വെയിറ്റ് ഉണ്ട്, വള്ളാരം കല്ല്. അപ്പം ഇത് കടകളിൽ വാങ്ങാൻ കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടത്. വലിയൊരു പൈസയാണ്. ആ പൈസയൊന്നും ഇറക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മുടെ ഗാർഡൻ അത്ര വലിയൊരു സെറ്റപ്പായിട്ടുള്ള ഗാർഡൻ ഒന്നും അല്ലാത്തത് കൊണ്ടും ഞാൻ വിചാരിച്ചു നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മളത് നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ അമ്മയുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് പോകുന്ന വഴിക്കാണ് എൻ്റെ വീട്. അതുകൊണ്ട് പിന്നെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. രണ്ടാളും കൂടെ അമ്മമ്മേരെ റൂമിൽ കയറി കഴിഞ്ഞാൽ ഓരോരോ സാധനങ്ങൾ വലിച്ച് വാരി എടുക്കുക. ഇതാണ് അവിടുത്തെ പരിപാടി. അനിയനുള്ള സമയത്താണെങ്കിൽ ഓൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കായിരുന്നു. ചേച്ചി നിങ്ങൾക്ക് വിളിച്ചിട്ടെല്ലാം വന്നുകൂടെ, ഈ ഒരു സാധനം വെച്ചെടുത്തുണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് എൻ്റെ മക്കൾ വീട്ടിൽ ചെന്നാലുള്ള അവസ്ഥ. അമ്മ പറയും ഇവർ വന്നു കഴിഞ്ഞാൽ തുടങ്ങി, ഒരു സാധനം ഉണ്ടാവില്ല. ഇനി നാളെ പോകുമ്പോഴത്തേക്ക് സ്ലൈഡും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്നില്ല അമ്മ പറയുന്നു. പൊന്നുവിന് അമ്മേരെ ഡാൻസിൻ്റെ ഒരു മുടി ഉണ്ടായിരുന്നു, വെപ്പ് മുടി. അത് വെച്ചിട്ട് ഒരുമാതിരി കളിയായിരുന്നു, ഒരു ബഗിടൻ കളി എന്ന് വേണമെങ്കിൽ പറയാം. പൊന്നു നല്ല മൂഡിലാണ് ഇന്ന്. പക്ഷേ മിന്നു ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റും. അപ്പം മിന്നു പോവാ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.